Okay. Chapter 5, Tables in Microsoft Word 2010. Sorry. Okay. What are tables? Tables എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ അറിയാവുന്നത് table? You know, multiplication table, attendance table. Tables എന്താ? കുറേ tables നിങ്ങൾ കാണുന്നതല്ലേ? Adra, please unmute and say baby. You're saying something. Multiplication table. Okay, you know some. Yeah. You know that those kind of tables. Actually, what are tables? Tables എന്ന് പറഞ്ഞാൽ എന്തായെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയ? ഇപ്പൊ നമുക്ക് കുറെ ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ലേ? Heaven, are you saying something? Arrangements Arrangements? of words or numbers. Words or numbers. Okay, you know something about that. Okay. വേർഡ്സ് ഓർ നമ്പേഴ്സ് മാത്രമല്ല, നമുക്ക് ചില ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമുക്ക് ഉണ്ടാവില്ലേ? ഇപ്പോൾ നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആതിര ഈസ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 6, ശ്രീവിഷ്ണു ഈസ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 6, ജോയൽ ഈസ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 6, അങ്ങനെ എല്ലാവരും സ്റ്റഡിങ് ഇൻ ക്ലാസ് 6 എന്നൊക്കെ പറയില്ലേ? അപ്പോൾ നമ്മളത് ഒരു ബിഗ് സെന്റൻസ് ആയിട്ടല്ലേ എഴുതാ? നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കുട്ടീനെ കുറിച്ച് ഫുൾ പാരഗ്രാഫ് പോലെ എഴുതി വെക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കോളംസ് ഒക്കെ വരച്ച്, റോസ് എല്ലാം വരച്ച്, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, ക്ലാസ്, റോൾ നമ്പർ, നെയിം ഓഫ് പാരൻറ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻഫർമേഷൻ സിമ്പിളായിട്ട് കൊടുക്കില്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഉള്ള ഇൻഫർമേഷൻസ് അല്ല, ഇൻഫർമേഷൻ, നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ നമുക്കൊരു നീറ്റ് അല്ലെങ്കിൽ ഓർഡേർഡ് വേയിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ടേബിൾസ് ഉപയോഗിക്കുക. അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? ഇറ്റ് വിൽ ബി ഈസി ടു റീഡ്. നമുക്കും മറ്റൊരാൾക്കും കാണുമ്പോൾ ഈസി ആയിട്ട് വായിക്കാൻ പറ്റും എന്നാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആക്ച്വലി ടേബിൾസ് എന്ന് പറയുന്നത് എന്താ? ടേബിൾസിൽ കുറേ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. ടേബിൾസ് യൂസ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ, അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ നീറ്റ് ആൻഡ് ഓർഡേർഡ് വേയിൽ അറേഞ്ച് ചെയ്യുന്നതിനും അത് ഈസി ടു റീഡ് മെത്തേഡിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ടേബിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടേബിൾസിൽ എന്താണ് നമ്മളെ ടേബിൾസ് ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം. ടേബിൾസിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സെന്റൻസ്, എ ടേബിൾ ഈസ് മേഡ് അപ്പ് ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ ബി ഫിൽഡ് വിത്ത് ടെക്സ്റ്റ് ഓർ ഗ്രാഫിക്സ്. അങ്ങനെ വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തോ സംഭവം തോന്നും. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ആവാം, നമ്പേഴ്സ് ആവാം, വേർഡ്സ് ആവാം, എന്തോ ആവാം, എന്തെങ്കിലും ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ പിക്ചേഴ്സ് ആവാം. നമ്മളൊരു ഓർഡേർഡ് വേയിൽ അതിൻ്റെ ഒരു ടേബിളിന് കോളംസ് ഉണ്ട്, റോസ് ഉണ്ട്, അത് ഫോം ചെയ്യുന്ന ഒരു സെല്ലുണ്ട്. അതിലിങ്ങനെ നമുക്ക് എന്താ പറയുക, ഫില്ല് ചെയ്യാൻ പറ്റും. ഓരോ സെല്ലിൽ നമുക്ക് ഗ്രാഫിക്സ് കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം, നമ്പേഴ്സ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ വേർഡിലാണ് നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ടേബിൾസിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിൽ. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു വേർഡ് ഡോക്യുമെന്റ് എടുക്കണം. ഇതൊരു വേർഡ് ഡോക്യുമെന്റ് ആണ്. കാണുന്നില്ല? You can see that in the desktop, right? Okay. It's a word file. It's a blank document. എന്നതൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ടേബിൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടേബിൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇൻഫർമേഷനെ ഒരു നീറ്റ് ആൻഡ് ഓർഡേർഡ് വേയിൽ ഈസി ടു റീഡ് മെത്തേഡിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് ടേബിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേബിൾസിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് അറിയണ്ടേ? മിസ് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നില്ല, ലോ സൗണ്ടോ? ഓക്കെ. എന്താ മോനെ? ചില സൗണ്ട് പറയോ? ഓക്കെ. Can you hear me right now?
ഇപ്പൊ ഓക്കെ ആണോ സർ? Okay, okay. Now we are going to discuss about the parts of a table. Table na column and row ഉണ്ട്. Which are columns? ഞാൻ സ്ക്രീൻ ഷെയറിങ്ങിൽ മറ്റേ വൈറ്റ് ബോർഡ് ഷെയറിങ്ങിൽ കാണിക്കാം. ഇൻസേർട്ട് ചെയ്യുന്നത് നമുക്ക് പിന്നെ പിടിക്കാം. ഞാൻ റഫായിട്ട് വരയ്ക്കാൻ പോവാണേ. അയ്യാ എന്തുവാടാ ഇത്. ആരോ ക്ലാസ് തീരാനായപ്പോഴാണോ വന്നത്? അറ്റൻഡൻസ് കൊടുക്കണോ അവന്? ഓക്കെ. Okay, this is a table. Okay, ഈ ടേബിളിനുള്ള പാർട്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ കോളംസ്. കോളംസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സീരീസ് ഓഫ് സെൽസ്. ഇതൊരു കോളമാണ്. കെൻ യു സീ ഇറ്റ്? ഞാനത് വരച്ച് കാണിക്കാം. This is the first column. ആ റെഡ് ലൈൻ കൊണ്ട് വരച്ച ഫസ്റ്റ് കോളം. This is the second column. Okay, third column, fourth column. ഇങ്ങനെ വെർട്ടിക്കൽ സീരീസ് ഓഫ് സെൽസിനാണ് നമ്മൾ കോളംസ് എന്ന് പറയാം. നമ്മൾ ഡെയിലി കേൾക്കാറുള്ളല്ലേ. കോളം എന്താ നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക റോസ് ആയിരിക്കാം. Now in a table the horizontal series of cells are called rows. This is the first row. നിങ്ങൾക്ക് റോ ഏതാണെന്ന് മനസ്സിലായോ? Can you see that? ഓക്കെ, ഞാൻ വരയ്ക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? This is the second row ആണോ കോളം ആണോ? Row. Third row. Fourth row. And this is fifth row. Okay. അപ്പൊ കോളം മനസ്സിലായി, റോ എന്താ മനസ്സിലായി. കോളം റോയ് മാറിപ്പോവരുത്. ഓൾവേസ് കോളം വെർട്ടിക്കൽ സീരീസ്. ഇങ്ങനെ കുത്തനെ എന്നല്ലേ പറയാ ഇത് മലയാളത്തിൽ? ഇങ്ങനെ പോകുന്നത്, വെർട്ടിക്കൽ ആയിട്ട് പോകുന്നത്. റോസ് ഓൾവേസ് ഗോസ് ലൈക്ക് ദിസ്, ഹൊറിസോണ്ടൽ ആയിട്ട്, വിലങ്ങനെന്ന് തോന്നുന്നു. അങ്ങനെ പോകുന്നതാണ് റോസും കോളംസും. ഓക്കെ, അത് മാറിപ്പോവരുത്. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് +2 വരെ ഇത് ആവശ്യമുള്ളതാണ്. മെട്രിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ മാറിപ്പോയാൽ നിങ്ങളുടെ ഫുൾ കാൽക്കുലേഷൻ കിട്ടും. ഓക്കെ, ഇനി ഒരു ടേബിളിൽ സെൽ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? A cell in a table. Do you know what is a cell in a table? ആർക്കെല്ലാം അറിയോ? റോ എന്താന്ന് മനസ്സിലായി, കോളം എന്താന്ന് മനസ്സിലായി. പിന്നെ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു പാർട്ടാണ് സെൽ. സെൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം. ഒരു റോയും കോളവും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു റെക്ടാങ്കുലർ ബോക്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സെൽ എന്ന് പറയാ. അപ്പോൾ ഒരു ടേബിളിൽ കുറെ സെൽസ് ഉണ്ട്. നോക്ക്, ഞാൻ വരച്ച് കാണിക്കാം. ദാ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സെല്ലാണിത്. ഇതൊരു സെല്ലാണ്. ഈ റെഡ് കളർ മാർക്കിൽ കണ്ടില്ലേ? ഇറ്റ്സ് എ സെൽ. അനദർ വൺ, ഫസ്റ്റ് റോയും തേർഡ് കോളവും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വേറൊരു സെല്ലാണിത്. നെക്സ്റ്റ്, this is another cell we get by the intersection of
third column and third row. Third column, third rowയും intersect ചെയ്യുമ്പോൾ കിട്ടുന്ന cell അല്ലേ ഇത്? You understand what I'm saying? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ എല്ലാവർക്കും? Yes. Okay. Another one. This is another cell. ഞാൻ ഈ സെലക്ട് ചെയ്ത് മാത്രമല്ല കേട്ടോ സെൽ. ദിസ് ഈസ് എ സെൽ. ഇങ്ങനെ 1 2 3 4 5 6 7 8 English medium students. Let's count from 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. There are how many cells? 20 cells are there. Okay, now you know what is column, what is row, what is a cell. Okay, എല്ലാം നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയില്ല ഇപ്പം? പ്രോബ്ലം ഇല്ലല്ലോ? Okay, now you know about column, row and cell. Okay, ഇനി നമ്മൾ വേർഡിൽ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് മൂന്നും കൂടാതെ വേറെ 2 സാധനങ്ങൾ കാണാൻ പറ്റും. അത് ഞാൻ വേർഡ് എടുത്ത് തന്നെ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ പോർഷൻ. അത് ഇപ്പൊ തന്നെ മനസ്സിലാവും. ഓക്കെ, ദിസ് ഇസ് എ ടേബിൾ. ഞാൻ വേർഡിൽ ഉണ്ടാക്കിയ ടേബിൾ ആണിത്. അപ്പോൾ these are called 1 2 3. There are 3. ഈ ടേബിളിന് 3. Sri Vishnu, are you saying something? Say it louder. This Miss, table. എനിക്ക് കാണുന്നുണ്ട് മിസ്സേ. Okay. How many columns are there? 20. Columns. 4. Just a second. Can you see that table? I made that in Microsoft Word. No. Okay. No. I'll take it. Can you see that now? Yes, miss. Yeah. Okay. How many columns are there? 16. Columns. 3. 12. Column are the vertical arrangement, vertical series of cells. Not about the cell. I'm asking about the column. 3. There are 3 columns. 3. How many rows are there? 4. 4 rows. 4. Yeah. There are 3 columns and 4 rows. This is the first cell. Second, third. So how many cells are there? 16. 12. Count it one more. 12. 12, miss. 12. 4 into 3, 12. Yeah, very good. Either you can count the cells, otherwise just multiply the number of columns with the number of rows. You will get the number of cells in the table. Okay? Do you understand me? Yes, miss. Okay. Now you know what is column, row and cell. See, can you see this one? Yes, miss. Yeah, that is called table move handle. Table move handle. Table move handle. Move എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Make. Yes. Sneaker. So we are using it to move the table to some other location, some other place in the Word file. Okay? ഈ ഡോക്യുമെന്റിൽ വേറെ എവിടെയെങ്കിലും ആണ് ഇപ്പം നമ്മൾ ഒരു ടേബിൾ ആക്കി. അത് ആക്ച്വലി അവിടെ ആയിരുന്നില്ല. അപ്പം നമ്മൾ അതിനെ മാറ്റാൻ പറ്റും.
നമുക്ക് ഡിസൈഡ് ലൊക്കേഷനിൽ അത് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഫോർ ദാറ്റ് ഇഫ് ടേബിൾ മൂവ് ഹാൻഡിലിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. എവിടേക്ക് വേണേലും നമുക്ക് അതിനെ കൊണ്ടുപോയി വെക്കാം. മനസ്സിലായോ? ടേബിൾ മൂവ് ഹാൻഡിൽ നമ്മൾ ടേബിളിനെ ഇറ്റ് ഈസ് യൂസ് ടു മൂവ് ദ ടേബിൾ ടു അനദർ പ്ലേസ് ഓൺ എ പേജ്. ഒരു പേജിലെ മറ്റൊരു പ്ലേസിലേക്ക് ടേബിളിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ടേബിൾ മൂവ് ഹാൻഡിൽ. ടേബിൾ മൂവ് ഹാൻഡിൽ. അതേപോലെ തന്നെ വേറൊരു പാർട്ട് കൂടിയുണ്ട് ഈ ടേബിളിന്. Can you see that a small square over here in the lower right corner? Yes, miss. Yeah, that is called table resize handle. What is it? Table resize handle. ചെറുതാക്കാനും വലുതാക്കാനും Yeah, resize. We can adjust the size of the table. See, when we click on that small, when we place the mouse pointer on that small square, we can see a arrow, double ended arrow, right? Double sided arrow കാണുന്നില്ലേ? ആ ആരോ വരുന്ന സമയത്ത് നമ്മൾ മൗസ് ഡ്രാഗ് ചെയ്യുമ്പോൾ you can see the size of the table is changing, right? Can you see it? We can make it small. We can make it large. We are using table resize handle to adjust the size of the table. It is used to change the size of the table. You understand that? Yes, good. Now let's see how to create a table in Microsoft Word. A table ne kuch column, row, table move handle, cell, table resize handle ഇതെല്ലാം പഠിച്ചു. ഇനി നമുക്ക് ഇതിപ്പോ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പഠിക്കണ്ടേ? ഒരു വേർഡ് ഫയല് 2 മെത്തേഡ്സ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം. എന്ത് നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഏത് ടാബിലാണ് നമ്മൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്? കുറെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ഇല്ലേ? എന്തെങ്കിലും ഇൻസേർട്ട് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനാണെങ്കിൽ നമ്മൾ ഏത് ടാബാണ് ക്ലിക്ക് ചെയ്യേണ്ടേ? ഇൻസേർട്ട് അല്ലേ? Yeah, insert tab click ചെയ്യുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട കുറേ സാധനങ്ങൾ ലിസ്റ്റ് വരും. From that we are going to insert what? We are going to insert a table. We are going to create a table. See, can you see the option table? Add a table. Yes, miss. See, add a table. A table is a great way to organize information within your document. അത് തന്നെ പറഞ്ഞിട്ടുണ്ട് explanation. When we click on the insert tab, we get a lot of options. From that we are going to take which option? Table. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ചെറിയൊരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് പോലെ വന്നു. ഇതിൽ 2 മെത്തേഡിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒന്ന് സിമ്പിൾ ആയിട്ട് നോക്ക്, 1 by 1 ടേബിൾ എന്ന് കണ്ടില്ലേ? ഞാൻ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്തു. 1 by 1 ടേബിൾ എന്ന് അവിടെ മേലെ ഹെഡിങ് എന്താ പറയാ എഴുതുക. ഇൻസേർട്ട് ടേബിളിൽ ഞാൻ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്തപ്പോൾ 1 by 1 ടേബിൾ എന്ന് കണ്ടോ? 1 into 1. ആ ടേബിളിൽ എത്ര റോ ഉണ്ട്? 1 റോയും 1 കോളവും ഉള്ള എന്ന് പറഞ്ഞാൽ ഒരു സെല്ലുള്ള ആ ടേബിൾ. See, I'm going to move my mouse pointer to the other cell. രണ്ടാമത്തെ സെല്ലിലേക്ക് ഞാൻ മൗസ് പോയിന്റർ മൂവ് ചെയ്തു. അപ്പോൾ ഇപ്പൊ 2 സെല്ല് സെലക്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഓറഞ്ച് കളറിൽ, ഒരു ലൈറ്റ് യെല്ലോ, ഒരു ഓറഞ്ച് കളറിൽ സെലക്റ്റഡ് ആയിട്ട് കാണുന്നില്ലേ? Can you see it? Yes. അപ്പോൾ മേലെ 2 by 1 ടേബിൾ എന്നാണ് കാണുന്നത്. It does mean that this table contains 2 columns and 1 row. Okay, now I'm going to move my mouse pointer to the other cell. See, now it became 3 by 1 table. It does mean that this table contains how many columns? 3. 3 3 columns and 1 row. 1 row. Okay.
Now I'm going to move my mouse pointer like this. See, this table contains how many columns? 6 and 2 row. Columns? Three columns. 3 columns. 3 columns. 2 row. Okay, 2 row. 3 columns and 2 rows. How many cells? 6. Okay, like this way we can make maximum of 10 by 8 table in which there are 10 columns and 8 rows. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര കോളംസ് എത്ര റോസ് നമ്മൾ ആ ഫസ്റ്റ് ടേബിൾ മേക്ക് ചെയ്യുന്നതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഇതൊക്കെ കാര്യങ്ങൾ അവിടെ നമ്മൾക്ക് സ്പെസിഫൈ ചെയ്യണം. അപ്പൊ ഇത്ര കോളം വേണം ഇത്ര റോസ് വേണം നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ മൈൻഡിൽ? നമ്മളൊരു ഐഡിയ ആക്കിയിട്ടാണ് കോളം ആക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ട കോളംസ് റോസ് എന്താന്ന് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും. അതിനിപ്പോൾ നമ്മളിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അതിന് നമ്മൾ വിചാരിക്കുന്നത് 4 കോളോ ഒരു 3 റോയും മതി. അപ്പം നമ്മൾ 4 കോളം ആദ്യം സെലക്ട് ചെയ്തു. സോറി, അത് 4 കോളം സെലക്ട് ചെയ്തു. ദെൻ 3 റോ സെലക്ട് ചെയ്തു. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടേബിൾ അവിടെ ഇൻസേർട്ടഡ് ആയി. മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ ഞാൻ ഒന്നുകൂടെ പറയാം. Insert കൊടുത്തു. We are clicking on the insert tab. From that we are choosing table. From this we are going to select the number of columns and rows using the mouse pointer. നമുക്ക് ആവശ്യമുള്ള റോസ് ആൻഡ് കോളംസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക്, ഒരു ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ ആ ടേബിൾ അവിടെ ഇൻസേർട്ട് ആയി. ഇറ്റ്സ് an easy method, right? Very simple. Okay, second method. First table avada kedakkate. Second method is also we are going to click on the insert tab. Nammal insert tab il click chedu. After that we are going to click on the table option. Table click chedu. See, there is a option called insert table. ഇങ്ങനെ ചൂസ് ചെയ്യുന്നതിന് പകരാതെ ഇൻസേർട്ട് ടേബിൾ. ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പം നമുക്ക് മാക്സിമം ഇൻസേർട്ട് ടേബിൾ വെച്ച് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ടേബിളിൻ്റെ ദ നമ്പർ ഓഫ് കോളംസ് ആർ 10, നമ്പർ ഓഫ് റോസ് ആർ 8, റൈറ്റ്? നൗ വി ആർ ഗോയിങ് ടു ഇൻസേർട്ട് എ ടേബിൾ യൂസിങ് ഇൻസേർട്ട് ടേബിൾ ഓപ്ഷൻ. Insert table and insert table. Can you see that? Yes. I'm going Yes, miss. Okay, I'm going to click on the insert table option. Okay, then I got a small dialog box. Can you see that? In that insert table, read this table size, number of columns, number of rows. എന്ത് ചെയ്യണം ഇനി ഇവിടെ? You got a dialog box. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ടേബിൾ സൈസിൽ അവർ ചോദിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ്. അവിടെ 5 ഉം 2 ഉം ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നുണ്ട്. ആക്ച്വലി ദേ ആർ റിക്വസ്റ്റിംഗ് ഫോർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് ദ ടേബിൾ ദാറ്റ് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കോളത്തിന്റെ റോസ് ആൻഡ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടേബിളിന്റെ കോളം ആൻഡ് റോ ആണ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ്. നമ്പർ ഓഫ് കോളംസ്, നമ്മളിപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 17 പേരെങ്കിലും ഉണ്ടായിരുന്നില്ലേ? Okay. Let's assume there are 17 students in a class. അപ്പോൾ എത്ര റോസ് വേണം? നമ്മൾ ഹെഡിങ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു റോ എന്തായാലും വേണം. പിന്നെ കുട്ടികളുടെ ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടി 17 റോ കൂടെ വേണം. അപ്പൊ എത്ര റോസ് വേണം? 18 റോസ് ഏകദേശം നമ്മൾ കണക്ക് കൂട്ടും ഇല്ലേ? നമ്മൾ ആ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കുട്ടിയുടെ പേര് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. റോൾ നമ്പർ, പേര്, റോൾ നമ്പർ, പിന്നെന്താ
പാരന്റ്സിന്റെ നെയിം. ഓക്കെ, നെയിം ഓഫ് പാരന്റ്. ഈ 3 ഫീൽഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വിചാരിച്ചോ. അപ്പൊ എത്ര കോളംസ് വേണം? ഈ 3 ഇൻഫർമേഷൻ ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുട്ടികളുടെ പേരും ഈ ഡീറ്റെയിൽസ് എന്താ പറയുക, എൻ്റെ ഹെഡിങ്ങും കൊടുക്കാൻ, ടൈറ്റിൽ കൊടുക്കാൻ അടക്കം 18 റോസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ നെയിം ഓഫ് സ്റ്റുഡൻറ്, കുട്ടിയുടെ റോൾ നമ്പർ ആൻഡ് നെയിം ഓഫ് പാരന്റ്, 3 ഡീറ്റെയിൽസ് ആണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 ഡീറ്റെയിൽസ് ആയതുകൊണ്ട് എത്ര റോസ് വേണം, എത്ര കോളംസ് വേണം? How many? Okay, 3 columns. 18-ഉം 3-ഉം. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചുള്ള കോളംസും റോസും സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ we can click on this button. Which button? Okay button. Okay. Oh no. അതെന്താ അങ്ങനെ വന്നേന്നറിയോ? നേരത്തെ കോളത്തില് കേഴ്സർ അതിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പം എവിടെയാണോ ടേബിൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിനു മുമ്പ് കേഴ്സർ അവിടെ ക്ലിക്ക് ചെയ്യണം, മൗസ് പോയിന്റർ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേണം, ഞാൻ അത് ശ്രദ്ധിച്ചില്ല, സോറി, ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 columns and 18. Okay. See, നമ്മൾ സ്പെസിഫൈ ചെയ്ത നമ്പറിന് അനുസരിച്ചിട്ടുള്ള ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ആയി. അപ്പൊ 2 മെത്തേഡ്സിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഈസി അല്ലേ? ഓക്കെ, now we are going to enter or insert the data into the cells. നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ ഉണ്ട്. അതെങ്ങനെ ടേബിളിൽ ഇൻസേർട്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓക്കെ, we got 5 minutes more. It's very simple. ഏത് സെല്ലിലാണോ നമ്മൾ ഒരു ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ആ സെല്ലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സെല്ലിൽ നമ്മൾ എന്ത് കൊടുക്കാൻ പോവാം? നെയിം ഓഫ് സ്റ്റുഡൻറ്, ആ ടൈറ്റിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് സെല്ലിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ can you see the cursor in the first cell? Yes. Okay. In first cell, I entered the text name of student, right? ഇനി സെക്കൻഡ് സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് സെക്കൻഡ് സെല്ലിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴ്സർ അവിടെ വരുത്താം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? there is a tab key in your keyboard. അതൊന്ന് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സെല്ലിലേക്ക് പോകും. ഏത് ബട്ടൺ, ഏത് കീ പ്രസ് ചെയ്താൽ? which key? Tab. Tab, T-A-B, tab. When we are pressing on tab key, the cursor will automatically go to the next cell. Or we can use some other keys for that. There are arrow keys in your keyboard. You know what are arrow keys? Right leg, left leg, top leg, bottom leg, arrow specify ചെയ്യുന്ന keys ഇല്ലേ? Down key press ചെയ്താൽ cursor താഴോട്ട് മൂവ് ചെയ്യും. ഞാൻ റൈറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് കഴ്സർ മൂവ് ചെയ്യും. up, it going up. We can use tab key or arrow keys to move that cursor. Okay, in second cell we are going to insert the text roll number. Roll number second cell നമ്മൾ insert ചെയ്തു. ഞാൻ again I am going to press the tab key. Now the cursor is in third cell, right? Then I'm going to insert what? I'm going to type name of parent. Again I'm going to insert click on the tab key, not click, press on the tab key. Cursor came here, right? ഇനി നമുക്ക് കുട്ടിയുടെ പേരും ഇഷ്ടമുള്ളത് ജസ്റ്റ് അവിടെ കേഴ്സർ കൊണ്ടുവച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കേ വേണ്ടു.
ഞാൻ ചുമ്മാ ബ്ലാന്ന് ടൈപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പൊ ടേബിൾ ഇൻസേർട്ട് ചെയ്യാനും അതിലേക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനും നിങ്ങൾക്ക് അറിയില്ലേ? പഠിച്ചില്ലേ? ചെയ്തോളൂല്ലേ? മിസ്സേ പിന്നെ ഉണ്ടല്ലോ, ഈ മിസ് എന്ന് പറഞ്ഞില്ലേ ഈ എഴുതിയിട്ട് അയക്കണമെന്ന്, അത് ഞാൻ എന്റെ അമ്മേന്റെ മൊബൈലിലാണ് കാണുന്നത്. അപ്പൊ അമ്മ വരുമ്പോ ഒരു 6 മണിയൊക്കെ ആവും. അപ്പൊ അയച്ചപ്പെടും. മതി, അയച്ചാ മതി. ഇനി ഞാൻ ചോദിക്കില്ല. ഇനി എനിക്ക് അയച്ചു തന്നില്ല ദേഷ്യം വരും കേട്ടോ. എല്ലാരോടും കൂടി, ഒരാളോടല്ല. ഒന്നും കൂടെ പറഞ്ഞ മിസ്. എന്താ പറയണ്ടേ? എന്താ അയച്ചെന്തേന്നാ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിന്റെ പേജ് നമ്പർ 22 ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഡി ആൻസർ അയക്കാൻ പറഞ്ഞില്ലേ? എനിക്ക് ജസ്റ്റിസും ആതിരയും നിജാദും അയച്ചിട്ടുണ്ട്. മിസ് ഞാൻ റഫ് നോട്ടിൽ എഴുതിട്ടോ, നോട്ടല്ല, നോട്ടിൽ കറക്റ്റ് ആയിട്ടുള്ള എഴുതാന്ന് വെച്ചിട്ട്. ഓക്കെ, നോ പ്രോബ്ലം. എനിക്ക് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വായിക്കണം ടെക്സ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സസൈസ് തന്നത് തന്നെ. ഏകദേശം അത് നിങ്ങൾ കണ്ടുപിടിച്ച് ഇത് തന്നെ നിങ്ങൾ പഠിച്ചു എന്ന് എൻ്റെ അർത്ഥം. കുറച്ചെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പഠിക്കാതിരിക്കില്ല. നിങ്ങൾ തന്നെ ചെയ്യണം. യു ആർ സ്റ്റഡിങ് ഇൻ 6th ക്ലാസ്. നൗ യു ആർ ഏബിൾ ടു ഡു ദാറ്റ്. ഓക്കെ, ഡു ഇറ്റ് യുവർ സെൽഫ്. Okay, now we have less than 1 minute. Okay. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മനസ്സിലായല്ലോ? പാർട്സ് ഓഫ് ടേബിൾ ഏതൊക്കെയാ പാർട്സ് നമ്മൾ പഠിച്ചത്? വേഗം പറഞ്ഞോ. ഇപ്പൊ ക്ലാസ് തീരുന്ന വരെ നമുക്ക് column, rows, cells, then two more things. One Table move handle and table resize handle. Table resize handle. Okay. Table insert ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ്. ഗുഡ് മോർണിംഗ്. ഇൻസൈഡിൽ പോയിട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ടിൽ പോയിട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ ആ കാണുന്നതൊക്കെ രണ്ട് രീതിയിൽ, ഒന്നെങ്കിൽ ഇൻസേർട്ട് ടേബിൾ അവിടെയുള്ള ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് നമുക്ക്